നമസ്കാരം ഹരിച്ചേട്ടാ. നമസ്തേ. ഹരിച്ചേട്ടാ, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഭരണം നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കാൻ UDF-ഉം കരുത്ത് തെളിയിക്കാൻ BJP-യും. അത് BJP വെറുതെ അല്ല, അതിശക്തമായ മത്സരം തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേരിട്ട് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഈ ഒരു രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. ഈ മൂന്നാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഈ മുന്നണികളുടെ ജയപരാജയ സാധ്യതകൾ, BJP നടത്താൻ പോകുന്ന അട്ടിമറികൾ, എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? കേരളത്തില് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി നോക്കുമ്പോൾ UDF-ന് കുറച്ച് മുൻതൂക്കം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. തെക്കോട്ട് വരുംതോറും മത്സരം കൂടുതൽ ടൈറ്റായിട്ട് വരുന്നു. BJP തീർച്ചയായിട്ടും കേരളത്തിലെ ഇപ്രാവശ്യം വളരെ ഗൗരവമേറിയ മത്സരമാണ് ഒരുപാട് മണ്ഡലങ്ങളിൽ കാഴ്ചവെക്കുന്നത്. ഞാൻ BJP-യുടെ പ്രചരണത്തെ എറണാകുളം ജില്ലകളിലെ ഈ അടുത്ത സമയത്ത് ഈ ജില്ലകളിലൂടെ എല്ലാം ഞാൻ യാത്ര ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് BJP അതിശക്തമായ പ്രചരണമാണ് മിക്ക മണ്ഡലങ്ങളിലും നടത്തുന്നത്. ഇപ്പോ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല മത്സരിക്കുന്നിടത്ത് BJP സാധാരണഗതിയിൽ BJP-യുടെ ഉള്ള പ്രചരണത്തെക്കാൾ ശക്തമായിട്ട് അവർ പ്രചരണം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് BJP-ക്ക് അത്ര വലിയ സാധ്യതയുള്ള മണ്ഡലമായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷെ എന്നിരുന്നാലും BJP അതിശക്തമായ പ്രചരണവും കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് അവർക്ക് ലഭിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇപ്പോഴും UDF സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് എഡ്ജ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് എഡ്ജ്. പക്ഷേ സന്ദീപ് വചസ്പതി നല്ല രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ചോദിച്ചോളൂ. BJP രണ്ടാം സ്ഥാനത്ത് വരാൻ ഒരു സാധ്യതയുണ്ടോ ഹരിപ്പാട്? രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാല് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തായിരുന്നു. ഇവിടെ ശോഭാ സുരേന്ദ്രൻ വെറും 1400 സംതിങ് വോട്ടിന്റെ 1400 ശിഷ്ടം വോട്ടിന്റെ പിറകിലായിരുന്നു KC വേണുഗോപാലിനേക്കാൾ. അപ്പോ ആ മണ്ഡലത്തില് BJP-ക്ക് വോട്ടുണ്ട്. BJP ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ 10-ലധികം കൗൺസിലർമാരുണ്ട്. ഒരു പഞ്ചായത്ത് BJP ഭരിക്കുന്നുണ്ട്, കാർത്തികപ്പള്ളി. മിക്ക പഞ്ചായത്തിലും BJP-ക്ക് മെമ്പർമാർ, പലയിടത്തും 3-4 മെമ്പർമാരൊക്കെ ഉണ്ട്. അപ്പോ രണ്ടാം സ്ഥാനത്ത് വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും BJP അത്തരം ഒരു പ്രകടനം ഹരിപ്പാട്ട് നടത്തിയിട്ടില്ല. 20,000-ൽ താഴെ വോട്ടാണ് BJP പരമാവധി പിടിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്രാവശ്യം അത് അങ്ങനെ ഒരു BJP ഒരു അട്ടിമറി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയമായിട്ട് ഈ മധ്യ തിരുവിതാംകൂറിൽ ഒരു വലിയ ഞെട്ടലുണ്ടാക്കും. ഞാൻ പറഞ്ഞതല്ലേ, അതായത് കോൺഗ്രസും BJP-യും തമ്മിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പലയിടത്തും അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പിന്നീട് പോകും. കാരണം ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്ത് വന്നപ്പോൾ അവർ വലിയ മത്സരം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതായത് അമ്പലപ്പുഴ തൊട്ട് അവര് വലിയ മത്സരമാണ്. പ്രത്യേകിച്ച് കായംകുളത്തും ഹരിപ്പാട്ടും രണ്ടാം സ്ഥാനത്താണ്. എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളി മണ്ഡലത്തിലും അതിഗംഭീര പ്രകടനമായിരുന്നു. അതാണ് വളരെ നേരിയ വ്യത്യാസമേ 2-3 സ്ഥാനങ്ങൾ തമ്മിലുള്ളൂ. അപ്പോ അത് ഒരു മാറ്റത്തിന്റെ ഒരു ശംഖുലി ആയിരിക്കും അങ്ങനെ സംഭവിച്ചാൽ, സംശയമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാന് പലയിടത്തും അതിഗംഭീര മത്സരമാണ് നടക്കുന്നത്. ഇപ്പൊ അതിലേക്ക് ഞാൻ ഈ വ്യക്തിഗതമായിട്ട് ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ പറയാനുള്ളത്, ഈ വരുന്ന ഈ ഇലക്ഷനിലെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ഈ ജാതി മത ഘടകങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോ അത്തരം വികാരങ്ങൾ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ എങ്ങനെയായിരിക്കും പ്രചരണത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളതും അതും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ശബരിമല, അതുപോലെ ശബരിമല വിഷയം,
പിന്നെ മൊത്തത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവൃത്തികളോടുള്ള അതൃപ്തി, സംസ്ഥാന സർക്കാർ ഇതിനെയൊക്കെ മറികടക്കാൻ ചെയ്യുന്ന പല പ്രവൃത്തികളുമുണ്ട്. ഇപ്പം ഒരുപാട് പേരുടെ പല പെൻഷനുകളുടെ ഒക്കെ കുടിശ്ശിക തീർത്തു. അതൊക്കെയുള്ള ഒരു ഒരു മെച്ചം സർക്കാരിന് കിട്ടുമോ? പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംഘടനാ മെഷീനറി മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൃത്യതയുള്ളതും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ഒരു സെറ്റപ്പാണ് അവരുടേത്. അപ്പം അവർക്ക് ഈ ആന്റി ഇൻകംബൻസി എന്നുള്ളതിനെ ചില രീതിയിൽ അവർക്ക് മറികടക്കാൻ പറ്റിയെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളൊരു മറ്റൊരു വലിയ പ്രശ്നം ഈ ഉൾപാർട്ടി തർക്കങ്ങളാണ്. ഉൾപാർട്ടി തർക്കങ്ങൾ ഈ കോൺഗ്രസ് സത്യം പറഞ്ഞാല് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് വലിയൊരു ആവേശത്തിലായിരുന്നു. കോൺഗ്രസ് ഒരു വാക്ക് ഓവർ പോലെ ആയിരിക്കും ഈ ഇലക്ഷൻ എന്നൊക്കെയുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് കണ്ണൂരിൽ മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ നടത്തിയ ആ ഒരു പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ആ ഒരു വലിയ ആത്മവിശ്വാസത്തെ, വലിയ കുതിച്ചുചാട്ടത്തെ ഒന്ന് പിന്നോട്ട് വലിച്ചു. അത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. ആ ഒരു മങ്ങലേൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് തടയാൻ പറ്റത്തില്ല. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന വസ്തുതയല്ല. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് അല്ല പിന്നീട്. പിന്നെ സ്ഥാനാർത്ഥി നിർണയവും അത്ര ഒരു ഗംഭീര സ്ഥാനാർത്ഥി നിർണയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് തന്നെ സ്ഥാനാർത്ഥി നിർണയം വൈകി. അപ്പം ഈ തെക്കൻ കേരളത്തിലെ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളാണ്. CPM-നോടുള്ള പിന്നെ ഭരണത്തിലുള്ള പിണറായിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇപ്പൊ ഇന്ന് തന്നെ പിണറായി വിജയൻ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് ചാടിക്കേറിയത് കണ്ടില്ലേ? അതായത് 7 പേര് ദേശാഭിമാനിന്നും കൈരളിന്നും 7 പേര്, ഈ 7 പേരെ കൊണ്ടുവരാൻ എന്ത് അവകാശമാണ് രണ്ട് മാധ്യമങ്ങൾക്ക് പിന്നെ കൈരളിക്ക് ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും വരാം, ദേശാഭിമാനിക്ക് ഒരു റിപ്പോർട്ടറും ഒരു ഫോട്ടോഗ്രാഫറും വരാം. ഇതിനപ്പുറത്തേക്ക് ഈ 7 പേരെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇതിൽ ഒരു CPM-ന്റെ ചില തന്ത്രം ഞാനിപ്പം എനിക്ക് മനസ്സിലായത്, ചാനൽ ചർച്ചകളിൽ CPM പലപ്പോഴും ആങ്കർമാരെ സ്വാധീനിക്കുന്നുണ്ട്. ശക്തമായി അവരെ എതിർക്കുന്ന ആൾക്കാരെ പിന്നെ ഒരു കാരണവശാലും ചർച്ചയ്ക്ക് വിളിക്കണ്ട എന്നുള്ള നിർദ്ദേശം പല ചാനലുകൾക്കും പല വിഷ്വൽ മീഡിയകൾക്കും പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാവും. നമ്മൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശക്തമായ ഒരു പൊസിഷനിലാണെങ്കിൽ പെട്ടെന്ന് ആങ്കറിന് എന്തോ മെസ്സേജ് വരുന്നത് നമുക്ക് കാണാം. CPM പ്രതിനിധിക്ക് ഒപ്പം മെസ്സേജ് വരും. പിന്നീട് CPM പ്രതിനിധി പച്ചക്കള്ളങ്ങൾ പറയും. പച്ചക്കള്ളം, അതായത് ഈ സംഭവിക്കാത്ത കാര്യങ്ങൾ, അവർ ചെയ്യാത്ത കാര്യങ്ങൾ, ഇതെല്ലാം കള്ളം പറയും. ആ കള്ളത്തിന്റെ ക്യാപ്സ്യൂൾ അവർക്ക് വന്നിരിക്കുകയാണ്. ആങ്കർക്ക് ചിലപ്പോൾ ഭീഷണിയായിരിക്കാം. എന്തായാലും അതോടുകൂടി ആങ്കർ പലപ്പോഴും ഒന്ന് വെരളും അയാള്. ഈ വെരുണ്ട ആങ്കർ പിന്നീട് ആകെ അപ്സെറ്റ് ആവും. പിന്നീട് നമുക്കത് നോക്കിയാൽ അറിയാം. അതിനുശേഷം ഈ ആങ്കർമാർ വേറൊരു രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് പിണറായി ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ തന്ത്രങ്ങൾ ചിലയിടത്തെങ്കിലും ഒക്കെ വിജയിക്കുന്നുണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഈ തന്ത്രങ്ങൾ, ഈ കുരുട്ടു ബുദ്ധി, ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകം വളരെ സത്യസന്ധമായ രീതിയിൽ എല്ലാ യുദ്ധങ്ങളും പിന്നെ നിയമങ്ങൾ അനുസരിച്ചല്ല നടക്കുന്നത്. അപ്പൊ ഇത് നിയമമൊന്നും ഇല്ലാത്ത യുദ്ധമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള തന്ത്രങ്ങളിലൂടെ ഒരു പരിധിവരെ പിണറായി ഈ ആന്റി ഇൻകംബൻസി ഫാക്ടറിനെ മറച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഭരണത്തിലെ വിഷയങ്ങൾ ആരും ചോദിക്കുന്നില്ല. നിങ്ങൾ ഈ ചാനൽ ചർച്ചയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിലൊക്കെ തന്നെ പലപ്പോഴും ഭരണപരമായിട്ടുള്ള വൈകല്യങ്ങളോ അതുപോലുള്ള വിഷയങ്ങളോ ശക്തമായിട്ട് ആരെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് അത് മാറ്റിമറിക്കാനായിട്ട് ആംഗർമാർ ശ്രമിക്കും. വിഷയം മാറ്റി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ ഇയാളുടെ സംസാരത്തിൽ കയറി ഇടപെടും. ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിയ, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ പിന്നെ ഇലക്ഷന് മുമ്പ് വലിയ പരസ്യങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തു. അതിനുശേഷം ഇപ്പം വ്യക്തിഗതമായിട്ട് പത്രക്കാരെ ചാക്കിട്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ചാനൽ ചർച്ചയിൽ വിളിക്കാതിരിക്കുക, ആങ്കർമാരെ അവരുടെ പിന്നെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയോ അവരുടെ പോക്കറ്റിലാക്കുക. അതൊന്നുമല്ലെങ്കിൽ
ഈ ചർച്ചകളെ എങ്ങനെങ്കിലും അലങ്കോലപ്പെടുത്താൻ ക്യാപ്സൂൾ കൊടുത്ത് അവരുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്തുക. നിങ്ങൾ കാണുന്നുണ്ടോ CPM-ന്റെ ഒരു പ്രതിനിധി ഒരു ചാനലിലും വരുന്നില്ലല്ലോ ഇപ്പോഴും. ഇല്ല, ഈ അത് CPM ശരിയാണ്. സഹയാത്രികരാണ് വരുന്നത്. അതെ, അതെ, അതെന്താണത്? ഈ പാർട്ടിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ അന്തസ്സുള്ള നേതാക്കന്മാരെ ആരും വിടാനില്ലേ? എന്നിട്ടാണ് ഈ മുഖ്യമന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നത് ചർച്ചയ്ക്ക് വരാൻ, പരസ്യ സംവാദത്തിന്. ഒരു ചാനൽ ചർച്ചയ്ക്ക് പോയിരിക്കാൻ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. അതായത് സഹയാത്രികൻ എന്ന് പറഞ്ഞ് കുറച്ച് മോഴകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം അങ്ങയോട് ചോദിച്ചോട്ടെ ഇതിനിടയ്ക്ക്. നമ്മൾ ഇപ്പൊ അങ്ങ് പറഞ്ഞു, ഹരിപ്പാടത്തെ വിഷയം പറഞ്ഞു, കോൺഗ്രസിനുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതേ പ്രശ്നങ്ങൾ CPM-ലും ഇല്ലേ? CPM-ൽ നിന്ന് G. സുധാകരനും P. കുഞ്ഞികൃഷ്ണനും TV ഗോവിന്ദനും ഒക്കെ അടക്കമുള്ളവർ പോയി വിമതരായി മത്സരിക്കുന്നു, വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇത് CPM-നെയും ബാധിച്ചിട്ടില്ലേ? അതുപോലെ BJP 2020-ക്ക് സീറ്റ് കൊടുത്തതിനെ കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. 19 സീറ്റുകൾ കൊടുത്തതിനെ കുറിച്ച് BDJS-ന് ഒട്ടും തന്നെ തൃപ്തിയില്ല. അക്കാര്യത്തിൽ BJPക്ക് ഉള്ളിലും അസ്വാരസ്യങ്ങളുണ്ട്. ഇത് അതുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയുടെ ഈ ഒന്നാം ഘട്ടം അവസാനിപ്പിക്കാം. നമുക്ക് അടുത്തൊരു ദിവസം കൂടുതൽ ഒരു വിശദമായ വിലയിരുത്തലിലേക്ക് നമുക്ക് കടക്കാം. പ്രശാന്ത് പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ വലിയ ഒരു പിന്നെ ഒരു ഭൂകമ്പമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം പയ്യന്നൂര്, കൂത്തുപറമ്പ് രണ്ടും CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ് കണ്ണൂരില്. മട്ടന്നൂര്, പയ്യന്നൂര്, കൂത്തുപറമ്പ്. ഇപ്പൊ പിണറായി മത്സരിക്കുന്ന ധർമ്മടത്തെക്കാളോ അല്ലെങ്കിൽ തലശ്ശേരിയേക്കാളോ ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്നതും ഏകപക്ഷീയമായി രാഷ്ട്രീയം, അതായത് മറ്റുള്ളവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലാത്ത പാർട്ടി ഗ്രാമങ്ങളുടെ ധാർഷ്ട്യത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഈ പയ്യന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ പാർട്ടി പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്. പണ്ടൊരു ദളിത് സ്ത്രീ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ വന്നിട്ട് അവർ CPM-കാരി അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ പീഡിപ്പിച്ചു. വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കി. അവർക്ക് ആ പ്രവൃത്തി തുടരാൻ പറ്റിയില്ല. അവരുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. അത്തരം പിന്നെ സാഹചര്യങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ ഈ പിന്നെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങള് അതെനിക്ക് തോന്നുന്നത് പിണറായി ഇപ്പൊ CPM-ൽ, പ്രത്യേകിച്ച് CPM എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പോലെ ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിങ്ങൾ നോക്കി അറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് പിന്നെ പാർട്ടി പിന്നെ AKG സെന്റർ വരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. കാരണം അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല CPM-ൽ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വെള്ളം കോരാനും വിറക് വെട്ടാനും മറ്റ് ജില്ലക്കാരൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ സംഭവിച്ചെന്താ? കണ്ണൂരിലെ ഈ പിന്നെ CPM 3 ജയരാജന്മാരെ ഒതുക്കി. P. ജയരാജൻ, EP ജയരാജൻ, പിന്നെ MV ജയരാജൻ. അങ്ങനെ 3 ജയരാജന്മാര്. ആ 3 ജയരാജന്മാരെ ഒതുക്കി. അതുപോലെ PK ശ്രീമതിയെ ഒതുക്കി. അങ്ങനെ പാർട്ടിയിൽ തനിക്കെതിരെ, അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ AM ഷംസീറിനെ, M. സ്വരാജ് തുടങ്ങിയവരുടെ ഒന്നും യാതൊരു വിവരങ്ങളുമില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടിയിലെ രണ്ടാം പിണറായി സർക്കാർ പാർട്ടിയെ, അതിനു മുമ്പ് പാർട്ടിക്ക് ഒരു കൂട്ടുത്തരവാദിത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പിണറായിയുടെ ഈ മുഷ്ടിക്കുള്ളിലാണ് പാർട്ടി. അപ്പൊ ബാക്കിയുള്ളവരെ എല്ലാം ഒതുക്കി കളഞ്ഞു. അത് എന്തെങ്കിലും പിന്നെ ഗുണമുള്ളവരെ, അതാണ് സുധാകരൻ വരെ ഉള്ളവരെ. എനിക്ക് സുധാകരനൊന്നും അത്ര വലിയൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അങ്ങനൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള അഭിപ്രായം എനിക്ക് ഉണ്ട് താൻ അദ്ദേഹത്തെ കുറിച്ച്. കാരണം അത് ഒരു അതെ, തീർച്ചയായിട്ടും അഴിമതി അടുത്തുകൂടെ പോലും പോകാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ബാക്കി കുഴപ്പങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് കണ്ടില്ലെന്ന് വെക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഈ വംശനാശം വന്നിരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ സത്യസന്ധരായ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന വർഗം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വടക്ക് കണ്ണൂര് തൊട്ട് പയ്യന്നൂര് തൊട്ട് തെക്കങ്ങ് അമ്പലപ്പുഴ വരെയും ഇതേ ഒരു പിന്നെ പിണറായിയുടെ നിലപാടാണ് പാർട്ടിയിലെ ഈ പ്രതിസന്ധിക്കൊക്കെ കാരണം. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ നോക്കുമ്പോൾ ഈ ഗൗരിയമ്മ ഉണ്ടാക്കിയ ഒരു പിന്നെ പാർട്ടിക്ക് ഉണ്ടാക്കിയ ഒരു ചലനമുണ്ട്, ഒരു പേടിയുണ്ട് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ. കാരണം 2000-ലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനു മുമ്പ് MV രാഘവൻ CPM വിട്ടപ്പോൾ ഉണ്ടായ ഒരു ചലനം, ഒരു ഭൂകമ്പം, അതൊന്നും ഇപ്പൊ CPM-ൽ ഇവരൊന്നും പോയിട്ടുണ്ടാകുന്നില്ല.
ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അത് ഒന്നാമത്തെ വിഷയം. പക്ഷെ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടത്, പണ്ട് കോൺഗ്രസിൽ ഇതിനേക്കാൾ വലിയ കുതികാൽ വെട്ടും പിന്നെ കാലുവാരലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസ് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ഗുണമാണ് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ കോൺഗ്രസിന് കിട്ടിയത്. പിന്നെ രണ്ടാമത് ഭരണത്തിലിരിക്കുന്ന CPM ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇത് പിന്നെ അരിമണി ഒന്നും കുറിക്കാനില്ല, തരിവളയിട്ട് കിൽക്കാൻ മോഹം, കുണ്ടിലിരിക്കും തവള കുന്നിന് മീതെ പറക്കാൻ മോഹം എന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പം കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പൊ ഈ അവസ്ഥയില് കോൺഗ്രസ് ഇത് കാണിക്കാൻ പാടില്ല. ഇപ്പം ഇത്ര അഹങ്കാരം പാടില്ല. ആ അഹങ്കാരമാണ് കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആ ഇമേജിനെ ബാധിക്കുന്നത്. പഴയ കാലത്തായിരുന്നെങ്കിൽ കോൺഗ്രസിൽ ഇതൊക്കെ സാധാരണമാണ്. ഇതൊക്കെ ആണെങ്കിലും 2001 കരുണാകരൻ അവസാന നിമിഷം 3 പേരുടെ സീറ്റ് മാറ്റിക്കൊടുത്തു. ആറന്മുള മാലത്ത് വടക്കേക്കര ചന്ദ്രശേഖരന്, പിന്നെ നിലമ്പൂരാണ്, പിന്നെ വേറെ ഒരു സീറ്റിലൂടെ ഉണ്ടായിരുന്നു. അല്ല പറവൂരിലല്ല, അത് വേറൊരു സീറ്റാണ്. അപ്പോ ശരി, എന്തെങ്കിലും ആകട്ടെ. ഞാൻ പറഞ്ഞത് ആ കാലമല്ല. കോൺഗ്രസ് കേന്ദ്രത്തിലും അധികാരം തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു പിന്നെ ഉൾപാർട്ടി കോലാഹലം അത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. ഇനി BJPയുടെ കാര്യത്തിലേക്ക് വന്നാൽ പ്രശാന്ത് ചോദിച്ചത് വളരെ ശരിയാണ്. കാരണം 2020 ഇപ്പം കൊടുങ്ങല്ലൂര്, തൃപ്പൂണിത്തുറ, അതല്ലെങ്കിൽ ഈ റാന്നിയൊക്കെ 2020 പിന്നെ 2020യുടെ കാറ്റ് പോലും അതുവഴി പോയിട്ടില്ല. ഈ റാന്നിയൊക്കെ എന്ത് അടിസ്ഥാനത്തിലായി കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പിന്നെ CPMനെ സഹായിക്കാനാണോ ഇത് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം, ന്യായമായ ചോദ്യം അവിടെ ഉണ്ടാവുകയാണ്. ഞാന് CPMഉം BJPയും തമ്മിൽ എന്തോ ഒരു അന്തർധാര ഉണ്ടെന്ന് ആരോപണങ്ങൾ വരുമ്പം ഇത്തരം ഉദാഹരണങ്ങൾ എന്നെ അത് പലപ്പോഴും അതിൽ കാര്യമില്ലയോ എന്ന് ഞാനും സംശയിച്ചു പോകും. അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ പിന്നെ ഇപ്രാവശ്യം ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPക്ക് എങ്ങനെയാണ് അവിടെ 2020 കൊടുക്കാൻ പറ്റുന്നത്? നേരെ മറിച്ച് 2020യുടെ പിറവത്തോ അതല്ലെങ്കിൽ പിന്നെ എന്താണ് കിഴക്കമ്പലൂരിലെ കുന്നത്തനാട്ടിലൊക്കെ കൊടുത്താൽ അത് പിന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ചാലക്കുടി ആണെങ്കിലും പോട്ടെ, അതൊക്കെ നമുക്ക് അല്ല എനിക്ക് പിടികിട്ടാത്തതുകൊണ്ട് ചോദിക്കുക, തൃക്കരിപ്പൂരിൽ എന്താണ് പ്രസക്തി? അപ്പം ഇതൊന്നും ഉത്തരം കിട്ടാത്ത ഇത്തരം ചോദ്യങ്ങൾ BJP ഒരുപാട് ഉണ്ടാക്കി. ഇതൊക്കെ ആണെങ്കിലും ഇത് കുറച്ചുപേര് ജയിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥിതി അങ്ങ് മാറും. പിന്നെ ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ജോജീത വലി സിക്കന്ദർ എന്നൊരു ഒരു ചൊല്ലുണ്ട്. അപ്പൊ അതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇസ്കന്ദറായി. പിന്നെ നിങ്ങൾക്ക് വേറെ ചോദ്യമൊന്നും. നമുക്ക് ഇവിടെ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് വിശദമായിട്ട് ഈ പറഞ്ഞതുപോലെ ചില ജില്ലകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് വരാം. നന്ദി, നമസ്കാരം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.